ഇന്നത്തെ വീഡിയോ കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചുള്ളതാണ്. പ്ലാന്റ് ലവേഴ്സിനും പ്ലാന്റ് കളക്ടേഴ്സിനും ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ കലാത്തിയ പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റെ അടുത്തൊരു 10-14 വെറൈറ്റീസ് ഉണ്ട്. അത് ഭംഗിയായിരിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്നും അതേപോലെ ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കലാത്തിയ പ്ലാന്റ്സ് മരാന്തേസി ഫാമിലിയിൽപ്പെട്ട ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് വളർത്തുന്നത് നമ്മൾ അതിൻ്റെ ഫ്ലവറിന് വേണ്ടിയിട്ടല്ല. ഫ്ലവർ കാണാൻ ഒരു ഭംഗിയില്ല, പക്ഷേ അതിൻ്റെ ലീവ്സ് ഉണ്ടല്ലോ വളരെ ഭംഗിയാണ്. ഒരു പ്രാവശ്യം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാലും വാങ്ങിയിട്ടുണ്ടാവും. പെരിനിയൽ പ്ലാന്റ് കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? പെരിനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് സൈക്കിള് കുറേ വർഷങ്ങളുണ്ടായിരിക്കും, കുറേ വർഷം ജീവിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതാണ് പെരിനിയൽ പ്ലാന്റ്സ്. ഈ കലാത്തിയ പ്ലാന്റ്സിന് കുറച്ച് കെയർ ആവശ്യമുള്ള പ്ലാന്റ് ആണ്. അത് പെട്ടെന്ന് നമ്മളോട് പിണങ്ങും, നമ്മൾ ചെയ്തത് കറക്റ്റായില്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഭംഗിയാക്കി വെക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടിരിക്കും. പലർക്കും കലാത്തിയ വളർത്തിയവർക്ക് അറിയാം, ഈ ടിപ്പൊക്കെ ബ്രൗൺ ആയിട്ട് ഇതൊക്കെ ക്രിസ്പി ആയിട്ട് അതൊരു ഭംഗിയില്ലാണ്ടായി പോണതാണ് ഇതിന് കോമൺ ആയിട്ട് കാണുന്ന ഇഷ്യൂ. എൻ്റെ കലാത്തിയസും ഞാൻ വാങ്ങിയ സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണും. കുറേ പേർക്ക് ആ വീഡിയോ നല്ല യൂസ്ഫുള്ളായി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഇനി അത് അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ പേരുകളും അതിൻ്റെ പ്രത്യേകതകളും കാണാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റാണ് കലാത്തിയ ലാൻസിഫോളിയ അല്ലെങ്കിൽ കലാത്തിയ റാറ്റിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് നോക്കൂ, നല്ല നീളത്തിലുള്ള ഇലയാണ്, നല്ല ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും സ്ട്രൈപ്സ് ആയിട്ടുള്ള നല്ല ഭംഗിയാണ്. ഈ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം മിക്കതിൻ്റെയും ഇങ്ങനത്തെ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഈ മുന്തിരി കളറാണ് ഉണ്ടാവുക. മെജോറിറ്റി കലാത്തിയകളുടെ ഇങ്ങനെ തന്നെയാണ്. അടുത്തത് കലാത്തിയ റോസിയോപിക്റ്റ. ഇത് നോക്കൂ, നല്ല ഓവൽ ഷേപ്പ് ലീഫ്. ഈ കലാത്തിയ റോസിയോപിക്റ്റ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് കലാത്തിയ ഡോട്ടി എന്ന് പറയും. അത് റോസി ഉണ്ട്, പിങ്കി ഉണ്ട്. അതായത് ഈ ലീഫിൻ്റെ കളറിന് മാറുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ആ പേര് വരുന്നത്. കലാത്തിയകളെ പീക്കോക്ക് പ്ലാന്റ്സ് എന്നും പറയും. കാരണം അതിൻ്റെ പീക്കോക്കിൻ്റെ ഫെദറിലുള്ള ആ പീലിയുടെ പോലത്തെ ഒരു അപ്പിയറൻസ് ഇതിനുള്ളതുകൊണ്ടാണ് പീക്കോക്ക് പ്ലാന്റ് എന്നുള്ള പേര് ഈ കലാത്തിയകൾക്ക് വന്നത്. ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഞാൻ സേവ് ചെയ്തതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കലാത്തിയെ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത്. അതിൽ ഈ പ്ലാന്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അപ്പോൾ അതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 എണ്ണത്തിൻ്റെ പോട്ടിൽ നട്ടു, ഒന്നിനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നട്ടു. അത് 3ഉം നന്നായി വന്നിട്ടുണ്ട്. മരത്തിൻ്റെ ചോട്ടിൽ നട്ടതും ഏറ്റവും മോശമായിട്ടുള്ള അതിൻ്റെ ഒരു റൈസോമായിരുന്നു. അതിനെ ഇപ്പോൾ ഞാൻ അടുത്ത ചട്ടിയിലേക്ക് വെച്ചു. അത് അവിടെ മുളച്ചു വന്ന് പോകണ്ടോ. അപ്പോൾ 3ഉം നന്നായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത പ്ലാന്റാണ് ഇത്. ഈ കലാത്തിയുടെ പേര് മരാന്ത ലൂക്കോന്യൂറ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക? ഇത് കുറച്ച് സോഫ്റ്റാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ ഇതിങ്ങനെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വരും. അപ്പോൾ ഇതിന് ഹാങ്ങിങ് പോട്ടിലേക്കും സ്യൂട്ടബിളാണിത്. അടുത്ത വെറൈറ്റിയാണിത്. ഇത് കുറച്ച് ചെറിയ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് Ctenathe amagris എന്നാണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇതിന് ഫിഷ് ബോൺ കലാത്തിയ എന്നും പറയും. ഇത് മീനിൻ്റെ മുള്ളു പോലെ കാണാൻ ഇതിലത്തെ ഈ ലൈൻസ്, ഈ വെയിൻസിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഫിഷ് ബോൺ കലാത്തിയ എന്നുള്ള പേര് വന്നത്. ഇതും ചെറിയ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായി വരുന്ന ടൈപ്പാണ്. അടുത്ത പ്ലാന്റാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇത് തമ്മിൽ. ഇത് അടുത്ത പ്ലാന്റ് കലാത്തിയ marxii എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് നോക്കൂ, പീക്കോക്ക് ഡിസൈൻ തന്നെയാണ്. ആ ഫിഷ് ബോൺ കലാത്തിയുടെ ഇതിൽ നിന്ന് കുറച്ച് വീതി കൂടിയിട്ടാണ് ഇതിലെ സ്ട്രൈപ്സ്. അതാണ് വ്യത്യാസം. ഹെവിയാണ്, കണ്ടോ? ഇത് രണ്ടും കൂടെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിലുള്ള ആ സ്ട്രൈപ്സിൻ്റെ തിക്നെസ്സിൽ മാത്രം. രണ്ടും ഹൈറ്റ് വയ്ക്കുന്ന പ്ലാന്റ് അല്ല, ഇങ്ങനെ സ്പ്രെഡായി വരുന്ന പ്ലാന്റ്സ് ആണ്. അടുത്ത വെറൈറ്റി, ഇത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ച ഒരു വെറൈറ്റിയാണ് കലാത്തിയ മാക്കോയാന. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ലീവ്സുമാണ് ഇതിൻ്റെ. കണ്ടോ? ഇതിൻ്റെ
ലൈറ്റ് ഗ്രീനും ആ ഡാർക്ക് ഗ്രീനും ഉള്ള കോമ്പിനേഷൻ നല്ല ഗ്ലേസി ലീവ്സാണ്. ഇത് കുറച്ച് ഹൈറ്റ് വന്നിട്ട് ഉണ്ടോ, ഹൈറ്റ് ആദ്യം അത് വളരെ ചെറുതായിരുന്നു, ഇപ്പോൾ നല്ല ഹൈറ്റ് വെക്കാൻ തുടങ്ങി. ഇനി ഇത് ഇപ്പോൾ നല്ല എസ്റ്റാബ്ലിഷായി. പിന്നെ റീപോട്ട് ചെയ്യുകയും ചെയ്തു, കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ 2 ബോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. അടിഭാഗത്ത് കൂടെ വെള്ളമൊന്നും ലീക്കായിട്ട് ടൈലൊന്നും വൃത്തിയേടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡൊന്നും വൃത്തിയേടാവില്ല. അടുത്ത വെറൈറ്റി ഇതാണ്. കലാത്തിയ റൂഫിബാർബ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നല്ല നാരോ ലീഫാണ്. അതുപോലെ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം നല്ല വെൽവെറ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിലിങ്ങനെ തലോടിക്കൊണ്ടിരിക്കാൻ തോന്നും, അത്രയും സോഫ്റ്റാണ്. അതിൻ്റെ ഒരു ഫറി നല്ല പൂച്ചയുടെയൊക്കെ മേലിൽ തൊട്ട രോമത്തിൽ തൊട്ട ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു സുഖമാണ് ഇതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ. ഈ പ്ലാന്റും നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത വെറൈറ്റിയാണിത്, കലാത്തിയ മെഡലിയൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ കലാത്തിയ റോസിയോപിക്റ്റയിൽ നിന്ന് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇതിൻ്റെ ലീവ്സ് കുറച്ച് നീളത്തിലാണ്. ഇതിൽ കണ്ടോ, റോസിയോപിക്റ്റ നല്ല ഓവൽ ഷേപ്പിലാണ്. ഡിസൈനൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെയാണ്, പക്ഷേ രണ്ടും 2 വെറൈറ്റിയാണ്. അടുത്ത പ്ലാന്റാണ് കലാത്തിയ വിറ്റേറ്റ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ലൈറ്റ് ഗ്രീനിൽ നല്ല ക്രീം സ്ട്രൈപ്സ് ആണ് ഇതിന്. ഇത് വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു, വളരെ ചെറിയ ലീവ്സ് ആയിരുന്നു. ഇപ്പോൾ പുതിയ ലീവ്സ് വന്നതൊക്കെ ഉണ്ടോ, നല്ല ടോളായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഗ്രീനാണ്. മെജോറിറ്റി കലാത്തിയകളുടെയൊക്കെ ബ്രൗൺ ആണെന്ന് പറഞ്ഞല്ലോ, ഇത് കണ്ടോ ഗ്രീനാണ്. കലാത്തിയ പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ പ്ലാന്റ് ഇതായിരുന്നു, കലാത്തിയ സെബ്രീന. പക്ഷെ അന്ന് ഇതിൻ്റെ പേര് കലാത്തിയ എന്നൊന്നും ആണെന്ന് അറിയില്ലായിരുന്നു. ഫോളിയേജ് പ്ലാന്റ്സ് കളക്ട് ചെയ്യണേ തുടങ്ങുന്നതിന് മുമ്പ് ഇതെപ്പോഴും പിണങ്ങി ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. എങ്ങനെ ശ്രദ്ധിച്ചാലും അതിൻ്റെ ലീഫൊക്കെ ചുരുണ്ട് അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട്. അവസാനം ഞാൻ അതിനെ ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു മരത്തിൻ്റെ അടിയിൽ നട്ടു. അപ്പോഴാണ് ഇത് വൃത്തിയാവാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്കത് പല പ്ലാന്റ്സിനും ആ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുമ്പോഴാണ് കലാത്തിയ വൃത്തിയാവുന്നത്. വീണ്ടും ഞാൻ അതിനെടുത്ത് പോട്ടിലേക്ക് തന്നെ വെച്ചു, അത് ഭംഗിയായി വളരുന്നുണ്ട് ഇപ്പോൾ. അടുത്ത വെറൈറ്റിയാണ് ഇത്. ഇത് നല്ല ടോളായിട്ട് വരുന്ന പ്ലാന്റാണ്. ഇത് ചെനാന്തേ പ്ലാന്റ്, ചെനാന്തേ കലാത്തിയ, അല്ലെങ്കിൽ നെവർ പ്ലാന്റ്സ് എന്നും പറയും കലാത്തിയകളെ. ഇതാ ചെനാന്തേ പ്ലാന്റ് ആണ്. ഇത് നോക്കൂ, ഇതിൻ്റെ ഡിസൈൻ എല്ലാറ്റിലും ലീഫിൻ്റെ ആ പ്രത്യേകത വളരെ ഭംഗിയായിട്ടാണ്. അതാണ് ഈ പ്ലാന്റിനെ യുണീക്കാക്കുന്നത്. ഓരോന്നും ഡിഫറെൻ്റാണ്, ഒന്നും ഒരേപോലെയല്ല, എല്ലാം നല്ല ഡിഫറെൻ്റാണ്. അടുത്ത വെറൈറ്റിയാണ് കലാത്തിയ ഓർണേറ്റ. അതിൻ്റെ ലീഫ് നോക്കൂ, നല്ല ഭംഗിയാണ് കാണാൻ. ഗ്രീനിൽ വൈറ്റ് ലൈൻസ്. ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ല ടോളായിട്ട് വളരും, നല്ല ഹൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ നല്ല സ്പ്രെഡായിട്ട് നിൽക്കും ഹൈറ്റിൽ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളൊരു കോർണറിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോർണർ അങ്ങോട്ട് ഫില്ലാവും. അടുത്ത വെറൈറ്റി, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, കലാത്തിയ കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി കണ്ടു. അത് ഇതേ കളറാണ്, പക്ഷേ ഇതിൻ്റെ എഡ്ജിൽ നല്ല ബ്രോഡായിട്ടുള്ള ഗ്രീൻ സ്ട്രൈപ്സ് ആണുള്ളത്. ഇത് കണ്ടു, ഒരു തിന്നായിട്ടല്ലേ ഈ ലീഫ് മാർജിനിലൊരു ഗ്രീൻ കളർ വളരെ തിന്നായിട്ടല്ലേ കാണുന്നത്. അതിൽ നല്ല തിക്കായിട്ടുള്ള ഈ ലൈൻ കാണുന്നത്, അതാണ് വ്യത്യാസം കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇനി വേറൊരു കലാത്തിയുണ്ട്, എന്നോട് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്നത്, അതിനെ കാണിക്കാം. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. ഇതിനാകെ 2 ലീഫ് മാത്രമാണുള്ളത്. ഇതിനെ ഒന്നുകൂടെ റീപോർട്ട് ചെയ്ത് നോക്കണം, പുതിയ തൈ മുളച്ച് വരുമെന്ന്. ഇതും പേരറിയാത്തതാണ്, പേരറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇനി കാണിക്കുന്ന 2 പ്ലാന്റ്സ് കലാത്തിയുടെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. അത് കലാത്തിയ അല്ല, സ്ട്രോമാന്തേ ട്രയോസ്റ്റാർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നോക്കൂ, എന്താ അതിൻ്റെ ഭംഗി, അതിൻ്റെ ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ഭംഗി. ഇത് കലാത്തിയയുടെ സെയിം ഫാമിലിയാണ്. ഇതൊക്കെ പ്രയർ പ്ലാന്റ്സ് ആണ്. വൈകുന്നേരമായ ലീഫെല്ലാം ഫോൾഡായി മുകളിലേക്ക് പൊങ്ങും. കലാത്തിയയുടെ അത്, ഈ സ്ട്രോമാന്തയുടെ അത്. ഇത് വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ ലീഫ് നോക്കൂ, അടിഭാഗം നല്ല ഭംഗിയുള്ള കളറാണ്, മോൾഭാഗം അത്. അതേപോലെ ഇതിൽ വെരിഗേഷൻ ഇല്ലാത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതാ, വെരിഗേഷൻ അത്രയില്ല. പുതിയ ലീഫ് വന്നതിൽ കുറച്ച് വെരിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മെജോറിറ്റി ലീഫിലും അത്ര അധികം വെരിഗേഷൻ ഇല്ലാത്തതാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസും കണ്ടു കഴിഞ്ഞു. ഇനി ഇത് ഭംഗിയായിരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ള ടിപ്സ് എന്ന് പറയാം.
ഈ പ്ലാന്റ്സ് ഹ്യൂമിഡിറ്റി നല്ല ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾക്കിതിനെ 2 നേരവും സ്പ്രേ ചെയ്യാം. മഴക്കാലം അല്ലാത്ത സമയങ്ങളിലൊക്കെ, കാറ്റുകാലമൊക്കെ തുടങ്ങിയാൽ എന്തായാലും ആ ഹ്യൂമിഡിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് 2 നേരവും വെള്ളം സ്പ്രേ ബോട്ടിലെടുത്ത് ലീഫിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിനെ കൂട്ടമായിട്ട് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നതൊക്കെ ആ പ്ലാന്റ്സിന് ഒരു ഹ്യൂമിഡിറ്റി, അവരായിട്ട് തന്നെ ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് രാത്രി സമയങ്ങളിൽ ഇതിനെ നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്തിട്ടില്ല, വീടിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൊന്നും ശരിക്കും കിട്ടില്ലല്ലോ. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇതിനെ നമുക്ക് മുറ്റത്തിറക്കി വയ്ക്കാം. മുറ്റത്തിറക്കി വെച്ചാൽ ആ മഞ്ഞ് വീഴുമ്പോൾ അതിന് ആ നാച്ചുറലായിട്ടുള്ള ആ എൻവയോൺമെൻറ്റ് കിട്ടുമ്പോൾ നല്ലതാണ്. പിന്നെ ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഇത് വളരെ സെൻസിറ്റീവാണ്. കെമിക്കൽസ് ഉപയോഗിച്ച് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. സീവീഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാൻ ഫെർട്ടിലൈസ് ചെയ്ത് നോക്കി, അത് കുഴപ്പമില്ല. അതേപോലെ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. കെമിക്കലായിട്ടുള്ളതൊന്നും ഉപയോഗിക്കേണ്ട. അതുപോലെ വെള്ളവും ഹാർഡ് വാട്ടർ ഉപയോഗിക്കരുത്. ആ മിനറൽസിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ അത് ഭംഗി പോകുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ തന്നെ ഓപ്പൺ വെല്ലിലെ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കാറ്. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ കിണറിലെ വെള്ളം നല്ല അടിയിൽ പോകാറുണ്ട്. നല്ല വെള്ളം കുറവാകുമ്പോൾ അതിൽ മിനറൽ ഡെപ്പോസിറ്റ് കൂടുകയാണോ എന്തോ അറിയില്ല. ആ സമയത്താണ് എൻ്റെ കലാത്തിയകൾക്കൊക്കെ ഇഷ്യൂസ് വന്നത്. അതിന് ശേഷമാണ് ഞാൻ അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി പുതുതായി നട്ടത്. പിന്നെ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാം ശരിയായി. അപ്പോൾ മഴവെള്ളം കിട്ടുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ക്ലോറിനേറ്റഡ് വാട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റുകൾ താമസിക്കുന്നവർക്ക് ടാപ്പ് വാട്ടറിൽ ക്ലോറിൻ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം നമുക്ക് ബക്കറ്റിൽ പിടിച്ചു വയ്ക്കാം. ആ വെള്ളം 24 hours ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ ക്ലോറിൻ ഡിഫ്യൂസ് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെ ആ വെള്ളം ഉപയോഗിക്കാൻ നനയ്ക്കാൻ. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആവുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കലാത്തിയ പ്ലാന്റ്സ് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നല്ല മൂഡിലൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അതിനെ രാത്രി പുറത്തിറക്കി വയ്ക്കുക. അതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കെമിക്കൽസ് ഉപയോഗിച്ച് ഫെർട്ടിലൈസ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ്സ് ഭംഗിയായിരിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് സൺലൈറ്റ്. ഈ പ്ലാന്റ്സിന് ഇത് ഷാഡോ പ്ലാന്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് നല്ല ഷെയ്ഡി ഏരിയയാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഈ പ്ലാന്റ്സിന് അടിക്കാൻ പാടില്ല. ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കേളാവുന്നുണ്ട്, ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ഹ്യൂമിഡിറ്റി കുറവാണ്. അതേപോലെ വെയിൽ തട്ടുമ്പോഴും അതങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ വെയിൽ തട്ടാതിരിക്കണം. അതേപോലെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യും വേണം. ഈ 2 കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ്സ് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ അപ്ലോഡ് ചെയ്ത കലാത്തിയ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കലാത്തിയ എങ്ങനെയാണ് പോട്ട് ചെയ്യണതെന്നും പോട്ടിംഗ് മിക്സ് എങ്ങനെ റെഡിയാക്കണമെന്നൊക്കെ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത 2 ആഴ്ച വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് വീഡിയോ നമ്മൾ December 31 അപ്ലോഡ് ചെയ്യുക. അടുത്ത 2 ആഴ്ച കുറച്ച് ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ്പോൺ ചെയ്തത്. ഇനി 31 വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.